ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? കുഞ്ഞുങ്ങളെ കൈ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ അട്ടപ്പാടിയിൽ തന്നെയാണ് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഫെസ്റ്റേഷനൊക്കെ കഴിഞ്ഞു. അവിടെ വലിയൊരു കരുണ, പിന്നെ അവര് പുതിയ ശുശ്രൂഷ മേഖലയിലേക്കൊക്കെ ഇറങ്ങുന്ന ദിവസങ്ങളാണ്. നമുക്ക് എന്തായാലും കർത്താവിന് പ്രത്യേകം നന്ദി പറയാം. ഇന്നലത്തെ ടോക്ക് കേൾക്കാത്തവർക്ക് മനസ്സിലായില്ല, അവരൊന്നൊക്കെ കേട്ട് നോക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്നേതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഒരു ദിവസം പിന്നെ പ്രത്യേകിച്ച് എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ. കേൾക്കുന്ന ഓരോരുത്തരുടെയും മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു സമയം കഴിയുമ്പോൾ ഒരു നന്മയുണ്ടാവും, ഉറപ്പായിട്ട് വിശ്വസിക്കുക. വിവിധങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആഴ്ച വൈദ്യരുടെ ധ്യാനമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥന ഓർത്തേക്കണം. ദിവസങ്ങൾ അഭിഷേകം റെക്കോർഡിങ് കേട്ടോ. പിന്നെ ഓസ്ട്രേലിയയിൽ ധ്യാനമൊക്കെ പ്രത്യേകം ഓർത്തണം കേട്ടോ. എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട്, അതായത് കാത്തിരിക്കുന്നതിനൊരു പരിധിയില്ല എന്നതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വരെ കാത്തിരിക്കണം അല്ലേ? പിന്നെ യാക്കോബ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ യാക്കോബ് പഠിപ്പിക്കുകയാണ്, കർത്താവിന്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കും. ഒരു വചനം നോക്കിയേ. ചില മനുഷ്യർ പറയാറുണ്ട്, ഇത് എത്ര കാലം നമ്മളിങ്ങനെ കാത്തിരിക്കുന്നേ? കർത്താവിന്റെ ആഗമനം നമ്മുടെ ജീവിതത്തിൽ വരുന്നോടെ വരെ. എന്നിട്ട് മനോഹരമായ ഉദാഹരണം പറഞ്ഞിരിക്കുക, ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ. നിങ്ങൾ എന്ത് ചോദിക്കുക, ഇപ്പോഴല്ലേ മോട്ടർ വന്നത് അല്ലേ? ഇപ്പോഴല്ലേ കറണ്ട് സംവിധാനങ്ങളൊക്കെ വന്ന് അല്ലേ, നനയ്ക്കാനും സംവിധാനങ്ങളൊക്കെ. ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം ചിന്തിച്ച് നോക്കിയ എൻ്റെ സഹോദരങ്ങളെ. ഞാൻ ഓർക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് അത് കാലഘട്ടങ്ങളിൽ പള്ളിയൊക്കെ ആയിരുന്ന ആ കാലഘട്ട സമയം ഞാൻ ഓർക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മഴ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതൊരു എൻ്റെ മനസ്സിൽ ഇപ്പോഴും കത്തി നിൽക്കുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ പഴയ കാരണവന്മാർക്ക് അത് കൃത്യമായിട്ട് ഓർമ്മ വരും. അതായത് ഒരു സംഭവമാണ്. ഇപ്പം എന്ന് പറയുന്നത് പോലെ തന്നെ അത് മഴ പെയ്യും. അതൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ എന്നിട്ട് ആ ഒരു സമയത്ത് മഴയൊക്കെ പെയ്ത് നല്ല ഫലങ്ങൾ. ഇപ്പം എന്ന് പറയുന്നത് പോലെ തന്നെ പിന്നെ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്താണ്. അതായത് നമ്മൾ ലൈറ്റ് അടിക്കത്തില്ലേ, സൂര്യൻ അടിക്കത്തില്ലേ, പ്രകാശം വരുന്നത് കേട്ടോ. അതായത് നമ്മൾ ഇതേപോലെ കർത്താവിൻ്റെ ആഗമനം വരെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അപ്പോൾ അത് നമ്മളിങ്ങനെ ചിന്തിക്കും. കാത്തിരിപ്പിന്റെ ആധ്യാത്മികത ഞാൻ പലപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു സാധനം. ഇന്നത്തെ മനുഷ്യന് കുഴപ്പമില്ല, കാത്തിരിക്കുന്ന താല്പര്യം അല്ലേ? എല്ലാത്തിനും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അങ്ങനെയല്ല, ബൈബിളിൽ എപ്പോഴും കാത്തിരിപ്പുണ്ട്. നിങ്ങൾ എന്ത് ചോദിക്കേ, പിന്നെ പെന്തക്കോസ്തേക്ക് വേണ്ടി അല്ലേ, പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുവിൻ. അപ്പോൾ അതങ്ങനെ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, അതായത് ഈശോയുടെ ഒരു ആഗമനം എൻ്റെ ജീവിതത്തിൽ അതൊരു പക്ഷേ എന്താ പറയുക, നമ്മുടെ മരണമായിരിക്കും. അതുവരെ കാത്തിരിക്കണം നമ്മൾ അല്ലേ? ഇതിനെക്കുറിച്ച് കുറച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറി, കാത്തിരിപ്പിൻ്റെ ഒരു ആധ്യാത്മികം നമ്മുടെ മനസ്സിൽ കയറിയാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പ്രാർത്ഥിച്ചു നടന്നില്ല അല്ല, അതൊന്നും നമുക്ക് പിന്നെ ഒരു ബാധിക്കുന്ന കാര്യങ്ങളെ അല്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു 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 ലെവലിലേക്ക് നമ്മുടെ ആധ്യാത്മികത പോകണം. കാരണം ബൈബിളിൽ നിങ്ങൾ കാത്തിരിക്കും, ദുർബലനാകരുത്, എന്തുമാത്രം വചനങ്ങളാണ് അല്ലേ? പിന്നെ യേശുവിന്റെ ആഗമനത്തിന് വേണ്ടി ജാഗരൂകരായി ഉണർവോടെ കാത്തിരിക്കുന്നവർ, കാത്തിരിപ്പെന്ന് പറയുന്ന ഒരു ആധ്യാത്മികതയാണ്. അത് വലിയൊരു പ്രത്യാശയാണ്. വരാതിരിക്കുകയല്ല അല്ലേ? ഈശോ വരും, അതിനകത്തിന്റെ സംശയം അല്ല. എന്താ പറയണത് പോലെ ഒരു അങ്ങനത്തെ ഒരു ഇന്ന് അനേകം മനുഷ്യർ നിരാശപ്പെടുക. പ്രത്യാശയില്ല, കാത്തിരിക്കാൻ പറ്റുന്നില്ല. പ്രത്യാശയില്ലാത്തടത്ത് എങ്ങനെ കാത്തിരിപ്പ് നടക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബേസിക്കായിട്ട് രണ്ടാമത്തെ ദൈവിക പുണ്യത്തിന്റെ ഒരു കുറവാണ് പലപ്പോഴും സൂക്ഷിക്കുക. അതൊരു അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. അതുകൊണ്ട് ഈ വചനം നമുക്കൊന്നൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട് കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, വലിയ കൂട്ടായ്മയെ ഞങ്ങളിപ്പോൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അത്ഭുതകരമായി അവിടുന്ന് ആകാശം ചായച്ചിറങ്ങി പൊന്നോമന മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹിറൂഹ മൗണ്ടിൽ കർത്താവെ പീഡിയ മദർ മോണസ്ട്രിയിൽ നിന്നുകൊണ്ട് കർത്താവ് ഈ ആശീർവാദം നൽകുമ്പോൾ കർത്താവ് ഇവിടുത്തെ 10,000 കണക്കിന് മനുഷ്യർ വന്ന് നടത്തുന്ന പ്രാർത്ഥനകളുടെ എല്ലാം
കർത്താവെ ഇവിടെ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയോടെല്ലാം ചേർന്ന് കർത്താവെ ഹനുമപാലകരുടെയൊക്കെ കൂട്ടായ്മയിൽ ഇവരെ പ്രത്യേകം അനുഗ്രഹിക്കുകയാണ്. എൻ്റെ കർത്താവെ ഇവരുടെ കണ്ണുനീരിൽ കുതിർന്ന മധ്യസ്ഥ പ്രാർത്ഥന വിഷയങ്ങൾ, പ്രാർത്ഥന നിയോഗങ്ങൾ, എൻ്റെ ദൈവമേ അതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശീർവദിക്കുന്നു. ഒപ്പം തന്നെ കർത്താവെ കർത്താവിൻ്റെ ആഗമനത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പിൻ്റെ ആധ്യാത്മികത ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും വ്യാപരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.